വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ മൂർക്കനാട് കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെളത്തൂർ മനക്കോടി സ്വദേശി അക്ഷയാണ് കൊല്ലപ്പെട്ടത്. 5 പേർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണിയുണ്ട്. അനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. 6 പേർക്കാണ് മൊത്തം കുത്തേറ്റത്. ഇതിൽ വെളുത്തൂർ മനക്കൊടി സ്വദേശി അക്ഷയ്, 21 വയസ്സ് മാത്രം പ്രായമുള്ള അക്ഷയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഈ മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആലുംപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാകുന്നത്. ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് വെടിക്കെട്ടുണ്ടായിരുന്നു. ഈ വെടിക്കെട്ട് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്. 2 പേരാണ് ചേർന്നാണ് ഇവരെ കുത്തിയതെന്ന് പറയുന്നു. ഈ 6 പേരെയും ഇവർക്കായിട്ടുള്ള അന്വേഷണം ഇരിങ്ങാലക്കുട പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും പരിക്കേറ്റ 4 പേരെ മാപ്രാണം ലാല് ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഈ 4 പേരെ പരിക്ക് സാരമുള്ളതായതിനാൽ തൃശൂർ കുറുക്കഞ്ചേരിയിലെ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ഒരാളെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലേക്കും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മൊത്തം 6 പേർക്കാണ് കുത്തേറ്റത്. അതിൽ 4 പേരെ എലൈറ്റ് ആശുപത്രിയിലും ഒരാളെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. അതിൽ കുത്തേറ്റ അക്ഷയ് ആണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അക്ഷയ്ക്ക് നെഞ്ചിനോട് ചേർന്നാണ് കുത്തേറ്റത്. ഇതാണ് മരണകാരണമായി പറയുന്നത്. ബാക്കി പരിക്കേറ്റവർ ആനന്ദപുരം സ്വദേശി സഹിൽ, അതുപോലെ തന്നെ മൂർക്കനാട് സ്വദേശി പ്രജിത്ത്, കൊടകര സ്വദേശി മനോജ്, ആനന്ദപുരം സ്വദേശി തന്നെയായ സന്തോഷ്, അതുപോലെ തൊട്ടിപ്പാൾ സ്വദേശി നിഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന 5 പേര്. എന്തായാലും ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കുഞ്ഞുമൊയ്തീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവരെ കുത്തിയ ശേഷം ഈ 2 പേർ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. സഹോദരങ്ങളാണെന്നും പറയുന്നു. ഇതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും പോലീസ് ഈ കുത്തിയവരൊക്കെ ആയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ വിവിധ സംഘങ്ങളായി ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. 21 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് അതിദാരുണമായി കത്തിക്കുത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. വിദ്യ, അനീഷ്, ഏതെങ്കിലും തരത്തിലുള്ള പൂർവ്വ വൈരാഗ്യം, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. അതേക്കുറിച്ചെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇവർ തമ്മിൽ നേരത്തെ വല്ല വൈരാഗ്യമുണ്ടായിരുന്നു. ഈ 2 പേരും അതുപോലെ തന്നെ ഈ മറുവശത്തുള്ള 6 പേരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള മുൻ വൈരാഗ്യമോ മുൻ സംഘർഷങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതെല്ലാം ഈ പരിക്കേറ്റവരുടെ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം എത്തിയാൽ ചോദിച്ച് മനസ്സിലാക്കും. ഇപ്പോൾ നിലവിൽ പരിക്ക് 4 പേർക്ക് ഗുരുതര പരിക്കാണെന്ന് പറയുന്നവർ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാൾ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലും ഇപ്പോൾ ചികിത്സയിലാണ്. എന്തായാലും പോലീസ് ഇവരുടെ മൊഴിയെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കും. വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ അത്തരം ഇവർ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ, അതോ ഈ സംഭവ സ്ഥലത്ത് വെച്ച് പെട്ടെന്നുണ്ടായ എന്തെങ്കിലും തർക്കത്തിന്റെ ഭാഗമായാണോ ഇത്തരത്തിലേക്ക് ഒരു കത്തിക്കുത്തിലേക്ക് കലാശിച്ച് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. വിദ്യ, ശരി അനീഷ്. തൃശൂർ മൂർക്കനാട് കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെളത്തൂർ മനക്കൊടി സ്വദേശി അക്ഷയാണ് കൊല്ലപ്പെട്ടത്. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.